നമുക്കിന്ന് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മത്തിയാണ്. കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ്, അസാധ്യ ടേസ്റ്റാണ്, പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് മുളകിട്ട് പറ്റിച്ച് വെക്കാം. നമുക്ക് വിറകടുപ്പിൽ വെച്ചിട്ട് മുളകിട്ട് നല്ല പറ്റിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗത്തെ ചുണങ്ങൊക്കെ പോക്കി അതിൻ്റെ വയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചിറകും വാലും പോക്കി ആ തലയുടെ ചുണ്ട് അത് മാത്രം ഒന്നും ഇങ്ങോട്ട് പോക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് മുന്നേ ചെകളൊക്കെ പോക്കണം കേട്ടോ. പോക്കിയിട്ട് നല്ല അടിപൊളി മത്തി ഇവിടെ റെഡി. നല്ല ഇണറുണ്ട്. ഇണറെന്ന് പറയുമ്പോൾ മീൻമുട്ട എന്നൊക്കെ പറയും, മത്തീൻ്റെ മീൻമുട്ട. അത് വേറെ തന്നെ ആക്കിയിട്ട് ഒന്ന് കറി വെച്ചെടുക്കുന്നതും ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതായത് ഇതിൻ്റെ മീൻമുട്ട ഞാൻ വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കുഞ്ഞു മോളുണ്ട്, അവൾക്ക് മഞ്ഞളിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് തോനുണ്ടായിരുന്നു കൊണ്ട് ഇപ്പോൾ 2 ദിവസത്തേക്കാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെക്കാം, ബാക്കിയുള്ള നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്, നാളെ വെക്കാം. കുറച്ചൊന്ന് അച്ഛനും മൂത്ത മൂക്കും മാത്രം മതി കറി, മീൻ കറി കേട്ടോ. ഒന്ന് തിങ്കളാഴ്ച അതിനെക്കൊണ്ട് ഞാൻ മീൻ കൂട്ടത്തില്ല. പിന്നെ ചെറിയ മൂക്ക് ഞാനിത് ഇണറെന്ന് പറയും, മീൻമുട്ട എന്ന് പറയും, അതൊക്കെ മഞ്ഞളിട്ട് ഉപ്പിട്ട് വേവിച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ കറി വെക്കാൻ ഏകദേശം മീൻമുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളം വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ വലിയ ആൾക്കാർക്ക് കഴിക്കാനാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി കേട്ടോ ചോറ് തിന്നാൻ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെറിയ മൂക്കുള്ളതാണ്. അപ്പോൾ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം കേട്ടോ. കറി വെക്കാൻ നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പം ചട്ടിയിൽ ഇത് വെച്ച് നമ്മൾ ഗ്യാസ്മേൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മുതലാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്തിരി പിശുക്കത്തിയാണ്. പിശുക്കത്തരല്ല, നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊന്ന് ഒതുങ്ങുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വിറകടുപ്പിലാണ് ചോറും കറിയൊക്കെ വെക്കാറുള്ളത്. രാവിലെ ചായേൻ്റെ പലഹാരം മാത്രമേ ഞാൻ ഗ്യാസ് അടുപ്പിൽ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്യാസ് കുറച്ചധികം കിട്ടും. പക്ഷേ ഇവിടെ നാട്ടിൻ പ്രദേശമാണ്, കുറച്ചധികം തന്നെ വിറകുണ്ടാവും കേട്ടോ ഇവിടെയൊക്കെ. അതുകൊണ്ട് നമ്മൾ വിറകടുപ്പിൽ വെക്കാം. ജോലിക്കൊന്നും പോകാത്തൊരു വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ടെടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിക്കണം എന്നില്ല കേട്ടോ, ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കുറച്ച് സിമ്മിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതിലേക്ക്. പിന്നെ നമ്മൾ ഫുള്ളിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കാനുള്ള ഇതിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഈ മുളക് പൊടി ഞാൻ വാരി ഇടുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, ഇത് തീരെ എരിവില്ലാത്ത മുളകാണ്, കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി തോനെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. മുളകിട്ട കറിക്ക് മല്ലി ഇട്ടാൽ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല, ഒരു കുത്തലാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി മൺചട്ടിയിലേക്ക് മാറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ തന്നെ കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പാനിലെ ചൂടൊന്ന് ചൂട് തണയുന്ന വരെ ഒന്ന് അവിടെ കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ്. ഇനിയാണ് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റാൻ പോകുന്നത്. നമ്മൾ കൊടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ കൊടമ്പുളി ഇട്ട് കൊടുക്കേണ്ട ചട്ടിയിലേക്ക്. പിന്നെ തക്കാളി എന്ന് പറയുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി എടുക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല, തൊലി ഇടാറില്ല കറിയിൽ കേട്ടോ. അപ്പം തൊലി കളഞ്ഞെടുത്ത് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച, അതായത് ഫ്രൈ രൂപത്തിലാക്കി വെച്ച മിശ്രിതം ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ആക്കേണ്ടത്. അതൊക്കെ ചെറിയ ചെറിയ ടേസ്റ്റ് കിട്ടുന്ന വഴികളാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി ഒന്ന് ഞെണ്ടി പിഴിഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിപ്പം പിഴിയുന്നില്ല. അങ്ങനെ നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുക. നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ, മത്തി. ഇനി നമ്മളിതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. തീയൊക്കെ നല്ല കത്തുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല പതച്ചതിന് ശേഷം നമ്മളിതൊന്ന് തീ കുറച്ച് കുറുകി നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.
താങ്ക് യു. ഇത് നല്ല മണം കേട്ടോ. അത് ഇറക്കി വെച്ചിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ ആ കറിയുടെ ഒരു മണം. പിന്നെ ഞാൻ ഉലുവ ഇട്ട് പൊട്ടിച്ചിരിക്കുന്നു കേട്ടോ. ഈ ഉള്ളിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ